ഇന്ന് മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് ഈ ഗിയേഴ്സ് ഒന്ന് റൺ ചെയ്യാം. അത് കഴിഞ്ഞ് സ്നാച്ചിങ് ഒന്ന് നോക്കും, പിന്നെ വിഞ്ചിങ്. അത് മൂന്നും സ്നാച്ചിങ് ആണ് ഇതിനകത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അത് പറ്റാവുന്നത് നമ്മൾ എല്ലാ വണ്ടികളും നിങ്ങൾ ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വിഞ്ചിങ് നമുക്ക് പറഞ്ഞു പോയാൽ മതിയാവും. ബേസ് ലെവലിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ. തുടങ്ങുന്നത് വണ്ടിയുടെ റിക്കവറി പോയിൻറ്റിൽ നിന്ന് തുടങ്ങാം. റിക്കവറി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം റിക്കവർ ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ട്രാക്ഷൻ പോകുമ്പോൾ മെയിനായിട്ട് എവിടെ ട്രാക്ഷൻ പോവുമോ അവിടെ നിന്നാണ് റിക്കവറി തുടങ്ങുന്നത്. അത് സ്വയം റിക്കവർ ചെയ്യാം, മറ്റു വണ്ടിയുടെ ഹെൽപ്പ് വെച്ച് റിക്കവർ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം മറ്റൊരു വണ്ടിയുടെ ഹെൽപ്പ് വെച്ചിട്ടാണ് കൂടുതലും ചെയ്യാൻ പറ്റുന്നത്. സ്വന്തം റിക്കവറി എന്ന് പറയുന്നത് വിഞ്ചും ഈ ട്രാക്ക് ബോർഡും മാത്രമേ നിലവിൽ നമുക്ക് പറ്റുള്ളൂ. റിക്കവറി പോയിൻ്റ് ആദ്യം പറഞ്ഞു പോവാം. നമ്മൾ എപ്പോൾ ഓഫ് റോഡിങ്ങിന് പോകുമ്പോഴും ഫസ്റ്റ് വേണ്ട സാധനമാണ് റിക്കവറി പോയിൻറ്റ്സ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉള്ളത്, ഇവിടെ ഒരു ഈ കാണുന്ന പോയിൻ്റ് ഇതിനെ ടോ ഡൗൺ പോയിൻ്റ് എന്ന് പറയണം. എല്ലാവരും അതിന് മിസ്റ്റേക്ക് ചെയ്യും. ഇത് റിക്കവറി പോയിൻ്റാണെന്നുള്ളത്. ഫാക്ടറി മാനുവൽ ബുക്കിനകത്ത് ഇതിനകത്തൊരു റേറ്റഡ് ഫിഗർ തന്നിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെൽഡിങ് വരും. ഈ സാധനം ചെയ്തേക്കുന്നത് വെൽഡിങ്ങുമേ. വെൽഡിങ്ങിന് റേറ്റ് ചെയ്യാൻ പറ്റില്ല. റേറ്റ് ചെയ്യുന്ന വെൽഡിങ്ങുകളുണ്ട്, പക്ഷേ ഇതൊക്കെ വെറുതെ വരുന്ന വെൽഡിങ്ങുകളാണ്. ഇത് നമ്മൾ 5 ടണ്ണൊന്നും കയറ്റാനുള്ള കപ്പാസിറ്റി അതിനില്ല. ഇത് ഷിപ്പിൽ ടോ ഡൗൺ ചെയ്യാൻ ടോ പോയിൻ്റായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് റിക്കവറി പോയിൻ്റ് ഫ്രണ്ടിലെ. ഇതിൽ 2 തരം റിക്കവറി പോയിൻ്റ് വരും. ARB പോലത്തെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റിന് 5 ടൺ വരും അവരുടെ, ഏകദേശം 5 ടൺ 8 ടണ്ണൊക്കെ. ചില കമ്പനികൾ രണ്ടും കൂടിയും ആണ് 8 ടൺ വരുന്നത്. അതും നമ്മൾ വാങ്ങിക്കുന്ന നേരത്തെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് അയൺമാന് വരുന്നത്, ഇപ്പോഴത്തെ പുതിയത് വരുന്നത് അവരുടെ എനിക്ക് തോന്നുന്നു ഈച്ച് 5 ടണ്ണാണ് വരുന്നത്. പക്ഷേ എൻ്റെ ഇരിക്കുന്നത് ഡബിൾ 5 ടണ്ണാണ്. അപ്പോൾ ഒരെണ്ണത്തിന് 2.5 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനകത്ത് എന്നാലും ഒരെണ്ണത്തുമ്മ ചെയ്യാനായിട്ട് സേഫാണ്. ഇതിനകത്തൊരു സേഫ്റ്റി ഫാക്ടർ കയറ്റും. അതായത് ഇപ്പോൾ ഒരു 5 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും അതിൻ്റെ ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 ടണ്ണായിരിക്കും. സ്റ്റീൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് റിക്കവറി പോയിൻറ്റുകൾ ഇതുപോലെ ബോൾട്ടഡ് ആയിരിക്കും മിക്കവാറും. മിനിമം 3 ബോൾട്ട് വരും. 3 to 5 ബോൾട്ട് വരുന്നതിനാണ് 8 ടണ്ണൊക്കെ വരുന്നത്. 3 ടൺ വരുന്നതിന് 5 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിലെ റിക്കവറി പോയിൻ്റ് എന്ന് പറയുന്നത് ടോ ബാർ ശരിക്കും സ്നാച്ചിങ്ങിനല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് ഈ പറയുന്ന പോലെ സേഫ്റ്റി ഫാക്ടർ ഇട്ടേക്കണതുകൊണ്ട് 3.5 ടൺ ക്യാമ്പിംഗ് സാധനം വലിക്കാൻ ഉള്ള കപ്പാസിറ്റിയിൽ വരുമ്പോൾ അതിന് ഇതുപോലെ 15, 20 ടൺ 25 ടണ്ണ് അതിന് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്നാച്ചിന് ഉപയോഗിക്കുന്നത്. പക്ഷേ മൈൽഡ് സ്നാച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അഗ്രസീവായിട്ട് നമ്മൾ ബാക്കിലാണെങ്കിലും ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഇപ്പോൾ ഒരുപാട് നെറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റിക്കവറി പോയിൻറ്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടോ ബാറിൽ 2 കണക്ഷനുകളാണ് വരുന്നത്. ഒന്ന് ഇതാണ് ടോ ബോൾ പോയിൻ്റ്. ടോ ബോൾ പോയിൻ്റ് വെർട്ടിക്കൽ ലോഡിങ്ങിനാണ് ഇത് വരുന്നത്. ഈ മോളിൽ നിന്ന് ഉള്ള ലോഡിൽ വന്നിട്ട് ഇതുവഴി ഹൊറിസോണ്ടലി വലിക്കാനുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഷിയർ എന്ന് പറയും. ഈ ഒരു ഫോഴ്സ് അങ്ങോട്ട് ഒരു ഫോഴ്സും വരുമ്പോൾ ഇത് ഇങ്ങനെ പൊട്ടാനുള്ളൊരു സാധനം. അപ്പോൾ ഈ ലോഡ് മുഴുവൻ വരുന്നത് ഈ ബോൾട്ടുമ്മയാണ്. ഇതെവിടെ വെച്ച് ഒടിഞ്ഞ് പറഞ്ഞു പോരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് ഒട്ടും ഒരു 3 ടൺ പോലും ഇത് വലിക്കില്ല. 2 ടൺ 3 ടൺ കഴിഞ്ഞാൽ അത് ഒടിഞ്ഞ് പൊട്ടിപ്പോവും. ഇതാണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ഇതും റിക്കവറിയും 4 വീൽ ഡ്രൈവായിട്ടൊരു ബന്ധമില്ല. ഈ സാധനം ക്യാമ്പർ ട്രെയിലറുകൾ അതല്ലെങ്കിൽ നമ്മൾ ടോയിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ സാധനം നമ്മളുടെ മിക്സിനകത്ത് പാടില്ല. ഇത് മാറ്റി വയ്ക്കേണ്ട സാധനമാണ്. ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഇത് നമ്മുടെ ഗിയറിലൊന്നും പാടില്ല. ഇതാണ് ഹിച്ച്. ബാക്കിലെ റിക്കവറി പോയിൻറ്റിൽ ചെയ്യാവുന്നത് എല്ലാവർക്കും തന്നെ ഉണ്ടെന്ന് തോന്നണം. ആർക്കെങ്കിലും ഇതില്ലാത്തതുണ്ടോ? ടോ ബാർ ഉണ്ടെങ്കിൽ ഇതൊരെണ്ണം അത്യാവശ്യം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിക്കാനുള്ള, ബാക്കിൽ നിന്ന് വലിക്കാൻ വേറെ പോയിൻ്റ് ഉണ്ടാവില്ല. പിന്നെ വലിക്കാനുണ്ട്, പിന്നിട്ട് വലിക്കാം, അത് പറയാം അവിടെ വരുമ്പോൾ. ഇത് 2 തരം വരും. ഹോളോ ഉള്ളതും വരും, തിക്ക് സ്റ്റീലും ഉള്ളത്. ഇതിപ്പോൾ തിക്ക് സ്റ്റീലാണ്. ഇതാണ് വേണ്ടത്. ഇതുമ്മ റേറ്റഡ് എഴുതിയിട്ടുണ്ട്. വർക്കിംഗ് ലോഡ് ലിമിറ്റ് WLL SWL അങ്ങനെ കുറേ വാക്കുകളിൽ പറയും. ഇത് 5 ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി മിക്കവാറും 3 ടണ്ണാണ്.
സ്നാച്ചിങ്ങിനകത്ത് എക്സ്ട്രാ വരുന്ന ലോഡും കൂടി കൂട്ടി 5-ന് മുകളിൽ പോകും. പക്ഷേ പറഞ്ഞ പോലെ 20-ക്ക് മുകളിൽ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. ഇത് അഗെയിൻ വാങ്ങിക്കുന്ന ഒരു വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പല രീതിയിലുള്ളത് വരും. ഒറ്റ സിംഗിൾ ഹോളുള്ളത് വരും, ഡബിൾ ഹോളുള്ളത് വരും. ഡബിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, 2 സൈഡിൽ നിന്ന് ഹോളുള്ളത് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ വണ്ടി നിൽക്കുന്ന ആംഗിൾ വെച്ചിട്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല നമുക്ക് പിടിപ്പിക്കാൻ പറ്റുക, ഇങ്ങനെയും പിടിപ്പിക്കാം. ഇപ്പോൾ സൈഡിൽ നിന്നാണ് പുള്ള് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെ വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ വളരെ കുറവ് ആവശ്യമാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കൽ. പക്ഷെ കൂടുതലും നമ്മളറിയാണ്ട് ആ ഭംഗി നോക്കിയിട്ട് നമ്മളെങ്ങനെയോ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്, ഈ പിടിപ്പിച്ചിട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ സൈഡിൽ നിന്നാണ് വന്നാലും കുഴപ്പമില്ല, പുള്ള് വന്നാലും സൈഡിൽ നിന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയും കൂടി ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എല്ലാത്തിനും ആ ഹോളില്ല. വാങ്ങിച്ചിട്ടില്ലാത്തവർ വാങ്ങിക്കുമ്പോൾ അത് നോക്കി വാങ്ങിച്ചാൽ നല്ലത്. ഈ തിക്ക് സ്റ്റീലായിരിക്കണം. ഹോളോ ഉള്ളത് ഒഴിവാക്കുക. ഹോളോ ഉള്ളതിനും കപ്പാസിറ്റി ഉണ്ട്, റേറ്റഡ് ആണെങ്കിൽ റേറ്റഡ് ആണ്. പക്ഷേ ആ തിക്ക് സ്റ്റീൽ തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ പുതിയ ഇത് വരുന്നുണ്ട്, ഈ ബോഷാക്കിൾ ഇല്ലാത്തൊരു സാധനം. അതിൻ്റെ ഒരു പ്രശ്നം അതെൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് സോഫ്റ്റ് ഷാക്കിൾ ഇല്ലാതെ, ഈ പറയുന്ന സാധനം ഇല്ലാതെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഫാൻസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ ഒരുപാട് മാർക്കറ്റിംഗ് സാധനങ്ങൾ ഓർഡർ ഉണ്ട്. കാണുന്ന ഭംഗിയിൽ നമ്മൾ വാങ്ങും. പക്ഷേ അതിൻ്റെ കൂടെ അത് ഇതില്ലെങ്കിൽ യൂസ്ലെസ് ആയി പോകും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ജീപ്പിൻ്റെ ഇതുപോലെ എപ്പോഴും വരുന്നൊരു ഇതാണ് ആൾക്കാർ പറയുന്നത്, ജീപ്പിന് റേറ്റഡ് റിക്കവറി പോയിൻ്റ് ഉണ്ടെന്ന്. ചില വണ്ടികൾക്ക് ജീപ്പിനുണ്ട്, ചില വണ്ടികൾക്ക് ഇല്ല. ഇപ്പോൾ പുതിയ വണ്ടികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ആ വണ്ടിയുടെ ഇതിൽ പറയും വണ്ടിക്ക് റേറ്റഡ് ആണെന്ന് പറയും, പക്ഷേ ആയിരിക്കില്ല. ഫോർഡിൻ്റെ ഇപ്പോഴത്തെ പുതിയ വണ്ടിക്ക് റേറ്റഡ് ആണെന്ന് തോന്നുന്നു, ഗ്രാനേഡിയറിന് റേറ്റഡ് ആണെന്ന് തോന്നുന്നു. അതല്ലാത്തതെല്ലാം നമ്മൾ വേറെ സെപ്പറേറ്റ് പിടിപ്പിക്കണം. ഭൂരിഭാഗം 99% പിടിപ്പിക്കണം, ബാക്കി 1% മാത്രമേ ഉള്ളൂ. ഒരു മിനിമം, ഇതിൽ കൂടുതൽ ഒരുപാട് സാധനങ്ങളുണ്ട്. മിനിമം വേണ്ട സാധനങ്ങൾ ഇത് ഓരോന്നും ഞാൻ പറഞ്ഞു പോവാം. ഇത് സ്നാച്ച് സ്ട്രാപ്പ്. ഈ സ്നാച്ച് സ്ട്രാപ്പ് എലാസ്റ്റിക് ആയിരിക്കും, നമുക്ക് വലിച്ചാൽ കിട്ടില്ല. ഇതൊരു 1/2 ടൺ 1 ടൺ തന്നെ കാരണം. ഇത് എലാസ്റ്റിക്കാണ്. ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഇവിടെയാണ് ഒരു വ്യത്യാസം. റിക്കവറി പോയിൻറ്റിനേലും ഇതിനേലും വരുന്ന ഒരു ഡിഫറൻസ് പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. MBS എന്ന് പറഞ്ഞാൽ മിനിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇത് 8 ടണ്ണ്, ഇത് 4 ടണ്ണ്. ഇതിൽ ഏതായിരിക്കും സ്ട്രോങ്? അതിലൊരു വ്യത്യാസമുണ്ട്. ഇതിൽ മിനിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആയി സാധനം, ഇത് ലോഡ് ലിമിറ്റാണ്. ഇത് രണ്ട് രീതിയിലാണ് റേറ്റ് ചെയ്തേക്കണേ. ഇതെന്ന് പറയണത് മിനിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 8 ടണ്ണ് വരെ അത് ബ്രേക്ക് ചെയ്യാതെ നിന്നോളും എന്നേ അർത്ഥമുള്ളൂ. 9 ടണ്ണിൽ ഈ സാധനം ബ്രേക്ക് ചെയ്യും. ഇതെന്ന് പറയുന്നത് വർക്കിംഗ് ലോഡ് ലിമിറ്റാണ്. ഇത് വേറെ സ്റ്റാൻഡേർഡാണ്. ഇത് ലോഡ് ലിമിറ്റ് 4 ടൺ വരെ ഇതിൽ കപ്പാസിറ്റി റേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ഇതിനകത്ത് ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇത് ഏതിലെ ബ്രേക്ക് ചെയ്യണമെന്ന് ഇത് പറയില്ല. പക്ഷേ 4 ടൺ വരെ നമുക്കിതിൽ ഈസി ആയിട്ട് കയറ്റാം. ഇത് ആക്ച്വലി ചെയ്തിരിക്കുന്നത് മിനിമം 20-25 ടൺ വരെ ഇതിൽ കയറും. ×5 ഒരു സേഫ്റ്റി ഫാക്ടർ കയറ്റും ഇതിൽ. സ്റ്റീൽ പ്രോഡക്റ്റ് എല്ലാം അങ്ങനെയായിരിക്കും. അപ്പോൾ വർക്കിംഗ് ലോഡ് ലിമിറ്റും ബ്രേക്കിംഗ് ലോഡ് ലിമിറ്റും വ്യത്യാസമുണ്ട്, ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് ഏതിലാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 3 ടണ്ണൊക്കെ ഇതിന് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. 2 ടൺ 3 ടൺ അതവർ പറയില്ല ഇതിൽ. പിന്നെ അതിൽ മെയിനായിട്ട് അത് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഈ ക്ലോത്ത് വെയർ ആൻഡ് ടയർ, ഇതിൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു തൈലിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നതിൻ്റെ ഇതിപ്പോൾ ഒത്തിരി ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഇതെന്താ പറ്റുന്നത് വെച്ചാൽ സ്നാച്ച് ചെയ്തിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുടെ സ്പീഡ് വ്യത്യാസത്തിൽ വണ്ടിയുടെ വീലിൻ്റെ അടി കയറി സാധനം, അങ്ങനെ ഡാമേജ് പറ്റിയതാണത്. ഇത് വച്ചിട്ടാണ് പിന്നെ ഇനി ഇത് ഏകദേശം ഇതിൻ്റെ ലൈഫ് ഇത് മാറാറായി കുറേശ്ശെ. ഇവിടെ ഇത് വീക്കായി, ഇനി ഇവിടെ നിന്ന് പൊട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മിനിമം 8 ടൺ വേണം. ഇതിന് താഴെയുള്ളത് പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. 8 പ്ലസോ കിട്ടും. അത് നമ്മൾ 12 ടണ്ണിൻ്റെയൊക്കെ കിട്ടുന്നതിന് ഭയങ്കര റേറ്റ് ആവും. അപ്പോൾ മിനിമം നമ്മൾ ബേസിക് സാധനം എടുക്കുമ്പോൾ 8 ടണ്ണിലാണ് കൂടുതലും വന്നത്. വിഞ്ച് എക്സ്റ്റൻഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇതിന് എലാസ്റ്റിസിറ്റി ഇല്ല. ഇതൊരു നമ്മൾ കയർ ഉപയോഗിക്കുന്ന പോലെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വിഞ്ചിനാണ് കൂടുതൽ യൂസ് ചെയ്യണത്. ഇത് തമ്മിൽ യൂസ് ചെയ്യാം, വിഷയമില്ല. അതിലേക്ക് പറയാം, അത് വരാം. പിന്നെ ഇത് ട്രീ ട്രങ്ക് പ്രൊട്ടക്ടർ എന്ന് പറയും.
ഇത് മരങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ ചുറ്റും ഇടാനായിട്ട് ഒന്ന് ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, പിന്നെ നമ്മളുടെ സാധനങ്ങൾ ഒരയാൻ ചാൻസ് ഉള്ളവർക്ക് ഒഴിവാക്കാനായിട്ട് ഇത് ചുറ്റിയിടുക. ട്രീയുടെ ഉള്ളിൽ ഇവിടെ എന്താണോ പിടിപ്പിക്കണേ അത് പിടിപ്പിക്കാം. അത് സോഫ്റ്റ് ഷാക്കിളിൻ്റെ ഞാൻ പറയാം. ഇതും സെയിമാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് കുറച്ചുകൂടി വീതി വരും, കുറച്ചുകൂടി തിക്കായിട്ടായിട്ട് ചെയ്തേക്കണേ. ആ ഒരു അബ്യൂസ് എടുക്കാനായിട്ട് കേപ്പബിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ. അത് മാത്രമേ മാറ്റുള്ളൂ. എലാസ്റ്റിസിറ്റി ഇല്ല, അതിനത് മാത്രമേ ഉള്ളൂ, സ്നാച്ച് സ്ട്രാപ്പിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുമ്പോൾ ഇതും മാറിപ്പോകാൻ പാടില്ല. കളറ് 2 കളർ വാങ്ങിച്ചാൽ നല്ലത്. അത് ഫെമിലറായി ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളാ തിരക്കിൽ അങ്ങനെ ഒരു സ്പോട്ടിൽ ഈ സാധനം എടുക്കുമ്പോൾ ഇത് തമ്മിൽ മാറിപ്പോവും. സോഫ്റ്റ് ഷാക്കിള് ബോ ഷാക്കിൾ, ഇത് രണ്ടും ഒരേ പർപ്പസാണ് ഉപയോഗിക്കുന്നത്. 2 രീതിയിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് രണ്ടും സെയിം പർപ്പസാണ്. സ്റ്റീൽ ടു മുമ്പെല്ലാം അവൈലബിൾ ആയിരുന്നത് സ്റ്റീലായിരുന്നു. ഇപ്പോൾ ആണ് ഇത് പുതിയതായിട്ട് ഒരുപാട് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഇതാണ് പോപ്പുലർ കൂടുതൽ. ഇതാണ് കുറച്ചുകൂടി ഈസിയർ യൂസ് ചെയ്യാൻ, മെയിൻ്റനൻസ് കൂടുതലാന്നേ ഉള്ളൂ. ഇതാണ് കുറച്ചുകൂടി സേഫ്. ഇത് ഈ പറയുന്ന പോലെ വെയിറ്റ് ഉള്ളതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഈ പ്രൊജക്റ്റൈലായിട്ട് ഈ പോകാനുള്ള ചാൻസ് ഇതിനാണ്. ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കാം, സേഫാണ്. ഇതിൽ വാങ്ങിക്കുമ്പോൾ പിന്നെയും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലോഡ് ലിമിറ്റാണ്. അഗെയിൻ ഇതിൽ ഈ ബ്രേക്കിംഗ് ലോഡാണ് ഇതിന് പറയണത്. മറ്റേതിനേലും കൂടുതലുണ്ട്. 16 ടണ്ണാണ് ഇതിൽ വരുന്നത്. ഈബേയിൽ അവരത് അഡ്വർടൈസ് ചെയ്തേക്കണത് 4.5 ടണ്ണ് 6 ടണ്ണോ 8 ടണ്ണോ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് മേടിച്ചത്. സാധനം അതുപോലെ തന്നെ വന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുമ്പോൾ ഇന്നും റേറ്റിംഗ് ചെയ്തിട്ടില്ല. ഇത് സെയിം ഇതൊക്കെ വർക്ക് ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതിൽ ഉപയോഗിക്കുന്നതിനും പ്രശ്നമില്ല, നമുക്ക് അത്യാവശ്യ സ്ഥലത്ത് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ബാക്കപ്പായിട്ട് വെച്ചതാണ് ഒരു ആവശ്യം വന്നത്. പക്ഷേ നമുക്കറിയില്ല റേറ്റിംഗ്. ഈബേന്ന് മേടിക്കുമ്പോൾ ഈ റേറ്റഡ് സാധനങ്ങൾ ഈബേന്ന് മേടിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണിത്. അത് ബോഷാക്കിളാണെങ്കിൽ പോലും ഇപ്പോൾ ഈ സാധനം അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ട്, അത് പക്ഷേ കാണുന്നില്ല. അത് പ്രോപ്പർ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതിലെവിടെ നോക്കിയാലും എല്ലാം ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ റേറ്റിംഗ് എഴുതിയിട്ടില്ല അതുമേ. ഇതാണ് ഈബേന്ന് വാങ്ങിക്കുമ്പോഴുള്ള കുഴപ്പം. പക്ഷേ നിന്നോളും സാധനം, റിസ്ക് നമ്മുടെയാണ്, എവിടെ പൊട്ടും എന്ത് പറ്റും എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ചൂസ് ചെയ്യണമെന്നുള്ളതിന് കുറേ കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ടെക്നിക്കലായിട്ട് പറയാൻ പാടാണ്. നമ്മൾ കൂടുതലും നോക്കണത് ഈ ഉപയോഗിക്കുന്ന ലൈനിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് ഈ ഒരു വിഡ്ത്ത് നമ്മൾ ചൂസ് ചെയ്യണത്. അത് ഇത് ഏകദേശം അതിന് കോമൺ, ഇത് ഏതിട്ടാലും ഒരുവിധം ഓക്കെയാണ്. ഈ ഒരു രീതിയിൽ ഇരിക്കാവുന്ന രീതിയിൽ വേണം പോകാൻ. ഇത് ഒരുപാട് വലുതാവാൻ പാടില്ല, ചെറുതാവാൻ പാടില്ല. ആ ഒരു ലോഡ് സ്പ്ലിറ്റിങ്ങിന് വേണ്ടിയിട്ടാണത് ഉപയോഗിക്കണത് പറയുന്നത്. അതിനൊരു കണക്കുണ്ട്. ചെറിയ ബൈക്ക് അറിയോ? ഇതിൻ്റെ ഈ വിട്ടിൻ്റെ ഒരു കണക്കുണ്ടല്ലോ. അത് അതുപോലെ തന്നെ 14 mm. നമ്മുടെ മിക്കവാറും വണ്ടിക്കൊക്കെ മിക്കവാറും 11 mm മാക്സിമം, അതിൽ കൂടുതലുള്ളത് പോകത്തില്ല. കഴിയുന്നത് നമ്മുടെ വിഞ്ചിന്റെ ഏതാണോ എടുക്കുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പരിപാടി അത് തന്നെയാണ്. ഇതിൻ്റെ വ്യത്യാസം കണ്ടോ? ഒരു ഇതിൽ വർക്കിംഗ് ലോഡ് ലിമിറ്റ് 12 ടൺ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് 40 ടൺ വരെ പിടിക്കും. വർക്കിംഗ് ലോഡ് ലിമിറ്റാണ്. ടൈംസ് 4 or 5 വരും. 50 ടണ്ണ് ഈസി ആയിട്ട് നമുക്ക് കയറും. ഇത് നമുക്കൊന്നും അറിയില്ല. ഇതാണ് ഇതിൻ്റെ ഈബേയിലെ ഒരു പ്രശ്നം. വെയിറ്റിലൊന്നും അത് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി ഹെവിയാണ്. പക്ഷേ ഇത് ടയർ ആൻഡ് ട്രയലാണ്. പൊട്ടിയാൽ പൊട്ടി, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതൊക്കെ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കുന്ന സാധനമായിരിക്കുമല്ലോ. അതാണ് ഇങ്ങനെ ഇതിങ്ങനെ വിൽക്കാൻ പാടില്ല എന്നുണ്ട്, പക്ഷേ ഈബേ ആയതുകൊണ്ട്. പിന്നെ സ്നാച്ച് ബ്ലോക്ക് ഇത് സെയിമാണ്. ഇത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ആ ട്രാക്ക് തരും. ഇത് രണ്ടും കൂടി ഈക്വലാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിന് തുല്യമാണ്. അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് കുറച്ചുകൂടി ഈസിയാണ് യൂസ് ചെയ്യാൻ. പക്ഷേ മെറ്റൽ കേബിൾസ് യൂസ് ചെയ്യുന്നത്. മറ്റേത് വിടാം, പക്ഷെ കൂടുതലും നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില സമയത്ത് നമ്മൾ ഇത് ഇടുന്ന വഴിക്ക് ഇപ്പോൾ റോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറിപ്പോയി ജാം ആകാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. കേബിൾ ആണ് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറി പോകത്തില്ല, കേബിൾ അങ്ങനെ അമങ്ങത്തില്ല. അതുകൊണ്ട് ഇത് കഴിയുന്നതും കേബിളിൻ്റെ സ്റ്റീൽ കേബിൾ വഴിയാണ് ഇത് മെയിനായിട്ട്. പക്ഷേ ഇതിൻ്റെ വേറെ ഇച്ചിരൂടെ വേറെ മോഡൽസ് ഉണ്ട്. നമ്മുടെ ഈ റോപ്പ് ഇടാനുള്ള മോഡൽസും വേറെ ഉണ്ട്. അപ്പം അതാണ് ഈസി. ഇത് ഉപയോഗിക്കുമ്പോൾ വെയിറ്റ് ഇല്ല. അതിൻ്റെ കൂടെ വെയിറ്റ് നോക്കിയാൽ മതി, അന്നേരം തന്നെ അറിയാം നമുക്ക്.
അതിന് വെയിറ്റേ ഇല്ല. അത് ശരിക്കും ഒരു ഔട്ട്ഡേറ്റഡ് ആയ സാധനമാണ്. ഇപ്പോൾ ഈ കേബിള് കാണുന്നവർ കണ്ടോ, ഇതിന് അടുത്ത കുറച്ച് നാളിന് കഴിഞ്ഞ് ഈ സാധനം കാണാനേ കിട്ടില്ല. ഇപ്പം നിലവിൽ കേബിൾ ഉണ്ടാവില്ല ഒരു വണ്ടിയുമേ. ആ കേബിളിന് ഭയങ്കര ഹെവിയാണ്. ഇത് എൻഗേജ് ചെയ്യണത് ഇവിടെ ഒരു ഹോളുണ്ട്, അതിങ്ങനെ വലുതാക്കാൻ പറ്റും. ഇത് കയറ്റുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. വൺസ് അത് ലോക്കായി ലോഡായി കഴിഞ്ഞാൽ പിന്നെ അത് ഊരിപ്പോരില്ല. ഇതിവിടുന്ന് പരമാവധി ഇതും ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇവിടെ നിന്ന് വലിക്കണതാണ് എളുപ്പമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. അപ്പോൾ ആ വലി അവിടെ വരും. നമ്മൾ മറ്റേ ഇപ്പുറത്തുനിന്ന് എടുക്കുന്ന സാധനം ഇവിടെ ഇടാതെ ഈ ഒരു കെട്ടുമ്മ ഇടാതെ കെട്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ്. അപ്പോൾ ഇതവിടെ ലോക്കായി കിടന്നോളും. ഇതൊരു പ്രൊട്ടക്ഷൻ കൂടി വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതുമ്മ വലിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലത്. പിന്നെ വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. ഇതിനകത്തുള്ളൊരു കോംപ്ലിക്കേഷൻ, ഇത് ഇടുമ്പോൾ ഇത് പല പ്രാവശ്യം ആ ലോഡ് ആവുന്നവരെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരാളവിടെ പിടിച്ച് നിൽക്കണം. അത് നമ്മൾ വിഞ്ച് ഉപയോഗിക്കുമ്പോൾ പറയാതെ ഒന്നും കൂടി അതിൽ പോവാം. പിന്നെ ഷവലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഷവലാണ് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വേണ്ട സാധനം. പിന്നെ ഡാംപ്നർ ഇത് കൂടുതലും വിഞ്ച് ഉപയോഗിക്കുമ്പോൾ പറയാം. ഇത് അഗെയിൻ എല്ലാ സാധനത്തുമ്മേയും ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്നാച്ച് സ്ട്രാപ്പുമ്മ ആവശ്യമില്ല, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വിഞ്ചിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യണം. ഇത് വെറുതെ യൂസ് ചെയ്താൽ പോരാ, ഇതിനുള്ളിൽ മണലോ കല്ലോ എന്തെങ്കിലും വെയിറ്റ് ഉള്ളതും കൂടി ഇടണം. അല്ലാതെ ഇത് ഇട്ടിട്ട് കാര്യമില്ല. മാജിക്കൽ സാധനം അല്ല അത്. വെറുതെ ഇട്ടുകൊണ്ട് ഇത് താഴത്തേക്ക് അത് പൊട്ടണ നേരത്ത് ഫ്ലൈ ചെയ്ത് പോവാതെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ വെയിറ്റ് വേണം. അതൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവണം. ഈ സാധനം ഇട്ടാൽ മതി എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് ഇതിൽ മാജിക് പവറൊന്നും ഇല്ല ഈ സാധനത്തിന്. ഇത് ലോഡ് തന്നെ, ഗ്രാവിറ്റിയിലേക്ക് തന്നെ ഈ സാധനം വർക്ക് ചെയ്യണം. അതിന് ലോഡ് കൊടുക്കണം. അത് അല്ലാതെ നിവൃത്തിയില്ല. സെൻറ്ററിലാണ് ഇപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ സെൻറ്ററാണ് നല്ലത്. 2 എണ്ണം മിനിമം വേണം എന്നാണ് നല്ലത്. നമുക്കിപ്പോൾ ഒരു ലെങ്ത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ലെങ്ത്ത് ഇത് ലെങ്ത്താക്കി എടുക്കുക. ഈ ലെങ്ത്തിൻ്റെ ഒരു വണ്ടി ഇവിടെ, മറ്റേ വണ്ടി ഇവിടെ, അതല്ലെങ്കിൽ ട്രീയോ എന്തോ ആയിക്കോട്ടെ. നമ്മൾ നടുക്ക് പൊട്ടുമ്പോൾ നടുക്കാണ് നമ്മൾ ഇടണത്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് അങ്ങോട്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഇത് ഇടണതിൻ്റെ ഇപ്പുറത്ത് വെച്ച് പൊട്ടാം. അങ്ങനെയൊരു ഇഷ്യൂ വരും. എവിടെയാണ് പൊട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും ഐഡിയലായ സ്പോട്ടാണ് സെൻറ്ററിൽ പൊട്ടുക എന്ന് പറയുന്നത്. രണ്ടിന് ഈക്വൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു അറ്റത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് നീളം കൂടും. ഒരു സ്ഥലത്ത് ഇത് ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ ഈ 2 സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. അതല്ലെങ്കിൽ ഒരെണ്ണം കുറച്ചുകൂടി സെൻറ്ററിലേക്ക് വന്നിട്ട് ഇടാവുന്ന രീതിയിൽ. അത് ആ വിഞ്ചിൻ്റെ ഇതിനകത്ത് പറയാം. ഒരു മണിക്കൂർ നമ്മൾ സോപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ആ വണ്ടി കഴുകണ ഇതാണെങ്കിൽ മൈൽഡായിരിക്കും. അത് പെട്ടെന്ന് കഴുകി പൊക്കോളും. അതിൽ മുക്കിയിടാം. വലിയൊരു ബക്കറ്റ് ഉണ്ടെങ്കിൽ മുക്കിയിടാം. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴുകി ഇത് ക്ലീൻ ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഈ പ്രഷർ ഒരുപാട് പ്രഷർ അടിക്കാതിരിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഹൗസിനാണെങ്കിലും മതി. അതിപ്പോൾ പ്രഷർ വാഷ് അടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വണ്ടിയുടെ ഉള്ളിൽ ബ്രേക്ക് ലൈന്, ബുഷുകൾ, ഈ സാധനങ്ങളുണ്ട്. അതുമേ നേരിട്ട് പ്രഷർ വാഷ് അടിക്കരുത്. അത് പൊട്ടിച്ച് കളയാനുള്ള ഈ ബ്രേക്ക് പൈപ്പുകളെല്ലാം റബ്ബറാണ്. അത് ഗൺ പോയിന്റിൽ വെച്ച് ചെയ്യരുത്. അത് നമ്മളൊരു 2 കൊല്ലം ചെയ്ത് കഴിയുമ്പോൾ അവിടെ വീക്ക് പോയിന്റുകളിൽ ഡാമേജ് ഉണ്ടാക്കും. റിക്കവറി ബോർഡ് ഈ സാധനം ഒരു അത്യാവശ്യ ഘടകമാണ്. ഞാൻ വളരെ ചുരുക്കമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ചെളിയാവുന്നതുകൊണ്ടും ഏത് പൊസിഷനിലോ എന്നാലും വിഞ്ചുള്ളപ്പോൾ വിഞ്ച് എടുത്തിട്ട് അങ്ങോട്ട് ഉപയോഗിക്കും. ഇതും കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് മതി, പക്ഷെ നമ്മൾ ഉപയോഗിക്കില്ല. ചെളി ആയിക്കഴിഞ്ഞാൽ ഇത് വണ്ടിയിൽ കയറ്റൽ പിന്നെ വലിയ പണിയാണ്. മണലിൽ ഓക്കെയാണ്. മണലിൽ ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മെയിനായിട്ട് ചെയ്യേണ്ട ഒരു വണ്ടി താന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി താന്നു കഴിഞ്ഞാൽ മണലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെളിയാണെങ്കിൽ വിചാരിക്കുക, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വണ്ടി ചുറ്റും നോക്കുക. എവിടെയാണ് സ്റ്റക്ക് അയക്കണമെന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ട കേസ്. ഏത് വീലാണ് സ്റ്റക്ക് അയക്കണമെന്നുള്ളത്. ഒന്നല്ലെങ്കിൽ വീലുകൾ സ്റ്റക്കായിട്ടുണ്ടാവും, മീൻസ് ട്രാക്ഷൻ പോയോ കുഴിയിൽ വീഴോ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വണ്ടിയുടെ ഹൗസിങ്, മറ്റേ ഡിഫ്, സെൻറ്റർ, ഫ്രണ്ട്, അവിടെ സ്റ്റക്കാവണതാണ് വണ്ടി ഏറ്റവും ഡിഫിക്കൽട്ട് ആവണത് പുറത്തേക്ക് എടുക്കാൻ. വീല് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നടുക്ക് ഇപ്പോൾ മണലിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഒരുപാട് നേരമായിട്ട് കറക്കി, നമ്മൾ കയറി പോകുന്ന വെച്ചിട്ട് കറക്കി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഡീസൽ ടാങ്ക് വരെ, മറ്റേ ഡിഫ് വരെ ഫുള്ള് ഇരുന്ന് കഴിഞ്ഞാൽ, സെൻറ്റർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കണക്കിനും വലിച്ചിടാൻ പോലും ഭയങ്കര ഡിഫിക്കൽട്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ചുറ്റും മണലാണെന്നൊരു മണൽ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ
ചുറ്റും നോക്കുക, എവിടെയാണ് ശരിക്കും ഇരുന്നേക്കണേന്ന് നോക്കുക. ഷവൽ മാറ്റുക. ഈ സാധനം എന്നിട്ട് ഇതിൽ കയറ്റുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഈ സാധനം ഉപയോഗിക്കാനുള്ളത് വീലിൻ്റെ അടി കയറ്റാന്നുള്ളതാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓക്കെയാണ്. നമ്മളൊരു സ്ഥലത്ത് താന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കുഴിക്കേണ്ടി വരും. ഷവലിന് അവിടെ കുഴിച്ചിട്ട് ഇത് പരമാവധി ചവിട്ടി അകത്തേക്ക് കയറ്റണം. ഇതല്ലെങ്കിൽ വീൽ അവിടെ കിടന്ന് കറങ്ങും, ഇത് കടിക്കില്ല, സാധനത്തുമ്പോൾ ഗ്രിപ്പ് കിട്ടില്ല ഒരിക്കലും. ഇതാണ് ഈ മാക്സ് ട്രാക്സ് ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. വീലിൻ്റെ അടിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പറ്റാത്ത ഒരു പ്രശ്നം. അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുമ്പോൾ ഒരുവിധമൊക്കെ കയറിക്കോളും. ഇതൊരു പാലം പോലെ ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം ലോഡ് പിടിക്കുന്ന സാധനമാണിത്. വളഞ്ഞു കൊടുക്കും, എന്നാലും ഒരു ബ്രിഡ്ജായിട്ടെല്ലാം യൂസ് ചെയ്യാൻ സാധനം. തീരെ ലോക്കൽ മേടിച്ചാലും ഒരു ഒറ്റ പ്രാവശ്യം യൂസിന് ഒടിഞ്ഞു പോകും. മാക്സ് ട്രാക്സ് ആണ് ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും, മാക്സ് ട്രാക്സും പിന്നെ മറ്റേ ഒരു വേറൊരു കമ്പനിയും കൂടി ഉണ്ടല്ലോ, ട്രക്സിൻ്റെ കൂടിയ മോഡലും. അതാണ് ഏറ്റവും മാർക്കറ്റിൽ കൂടി നിൽക്കുന്ന സാധനം. ഈ കട്ടകളെല്ലാം ഗ്രിപ്പ് തന്നെയാണ്. ഇത് ഒടിഞ്ഞു പോയാലും വിഷയമില്ല, ഇത് അത്യാവശ്യം നിന്നോളും. ഈ കുറ്റി അടി കയറ്റണ പാടാണ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സാധനം. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഇതായിരിക്കും, റാമ്പാണ്. ഒത്തിരി കമ്പനികളുടെ ഒരു സൈഡ് റാമ്പും ഒരു സൈഡ് കട്ടായിരിക്കും. അപ്പോൾ ഈ സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഏത് സൈഡാണെങ്കിലും നമുക്ക് റാമ്പായിട്ട് കയറ്റാം, ആ ഒരു സൈഡ് നോക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഷവലുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മണൽ വലിയ രീതിയിൽ മാറ്റണമെങ്കിൽ ഷവൽ ഉണ്ടെങ്കിൽ ഷവലാണ് ഏറ്റവും ബെസ്റ്റ്. ഷവല് പറയുമ്പോൾ രണ്ട് ഷവലുള്ളത് എപ്പോഴും നല്ലതാണ്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. ഇപ്പം എൻ്റെ മുകളിലിരിക്കുന്ന വലിയ ഷവലാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒരുപാട് താന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്പോട്ടിലേക്ക് റീച്ച് ചെയ്യില്ല. അതിന് ഇതുപോലെ ചെറുത് തന്നെ വേണം. നമ്മൾ കൈ കൊണ്ട് കോരാവുന്ന രീതിയിലുള്ള സാധനം തന്നെ വേണം. അപ്പോൾ വലിയത് മേടിക്കുന്നതിലും എപ്പോഴും നമുക്ക് നല്ലത്, കുറേ യൂസുള്ളത് ഇതാണ്. ചെറുതാണ് എപ്പോഴും നല്ലത്. ഇതിലും മറ്റേ എക്സ്ട്രീമിനൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സാധനം കൂടി ഉണ്ട്. അത് കുറേ കൂടി യൂസബിളാണ്. പിന്നെ ഗ്ലൗസ് ഒരു അത്യാവശ്യ സാധനമാണ്. അത് നല്ല ഗ്ലൗസ് വേണം, നമ്മുടെ ഗാർഡൻ ഗ്ലൗസ് പറ്റില്ല. ഇതത്ര നല്ലതൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം നിന്നോളും. പ്രത്യേകിച്ച് നമ്മൾ നല്ലൊരു റിക്കവറിയിൽ നല്ലൊരു സ്ഥലത്ത് താന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ കൈയെല്ലാം 2-3 വണ്ടിയുടെ പരിപാടി കഴിയുമ്പോഴേക്കും കൈ കീറി ഒരു പരിവാവും. ഇനി ലാസ്റ്റായിട്ട് ഇതിൽ പറയാനുള്ളത് ബോട്ടിൽ ജാക്കും ഹൈ ലിഫ്റ്റ് ജാക്കുമാണ്. ബോട്ടിൽ ജാക്ക് എൻ്റെ ഉള്ളിലാണ്, ഞാൻ എടുത്തിട്ടില്ല. ബോട്ടിൽ ജാക്ക് എല്ലാവർക്കും അറിയാം, വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സാധനം. ശ്രദ്ധിക്കേണ്ടത് ലിഫ്റ്റ് ചെയ്തേക്കണ വണ്ടിക്ക് ഭൂരിഭാഗം കമ്പനിയുടെ സാധനം പിന്നെ പറ്റില്ല, ഹൈറ്റ്. പിന്നെ ചെയ്യാവുന്നത്, ഇത് കറക്റ്റ് സാധനമല്ല, ഇത് ഞാൻ അബദ്ധത്തിൽ മേടിച്ചതാണ്. അഗെയിൻ ഇത് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റെബിലൈസർ പോലെ പൊക്കം ഹൈറ്റ് ചെയ്യണത്. പക്ഷേ യൂസ് ചെയ്യാം, ബോട്ടിൽ ജാക്കിൻ്റെ അടിയിൽ വെച്ച് യൂസ് ചെയ്യാം. തെന്നുന്നുള്ളൂ ഈ സാധനം. പിന്നെ മരത്തിൻ്റെ കട്ട ഞാൻ വെറുതെ ഇത് സ്ഥലത്ത് ഒതുങ്ങണ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ട് മാക്സ് ട്രാക്സിൻ്റെ ഒക്കെ ഇതേ മെറ്റീരിയലിൽ തന്നെ സ്റ്റാൻഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് കുറച്ചുകൂടി നല്ലത്. ഹൈറ്റ് കമ്പനി വരുന്ന ബോട്ടിൽ ജാക്കിന് പറ്റണില്ലെങ്കിൽ മരം വയ്ക്കുക. മരം ഇത് ഞാൻ 4 പീസ് ഒട്ടിച്ച് വെച്ച് സിമ്പിളായിട്ട് അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കയറ്റാൻ പറ്റും. മറ്റേ മാക്സ് ട്രാക്സിൻ്റെ സാധനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയതായിരിക്കും, സ്ഥലമാണ് പ്രശ്നം വണ്ടിയിൽ.